Warm welcome to all of you to Savinus Maths Plus. Good morning dear students. എല്ലാവർക്കും +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ലിമിറ്റ്സ് ആണ്. ലിമിറ്റ്സിന്റെ തിയറി നമ്മൾ ഫുള്ള് പറഞ്ഞു. ലിമിറ്റ്സിന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് പറഞ്ഞു. 2020ലെയും 2019ലെയും ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ലിമിറ്റ്സിൻ്റെ കുറേ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യം കഴിഞ്ഞ ക്ലാസ് ലിമിറ്റ്സിൻ്റെ കഴിഞ്ഞ ക്ലാസ് കാണണം. അപ്പോൾ ഇത് ആദ്യം കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ ആദ്യം ആ ക്ലാസ് കാണുക, എന്നാലേ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. First question നോക്ക്. ലിമിറ്റ് x tends to 2 x raised to n minus 2 raised to n by x minus 2 is equal to 80, then n is equal to dash. അത് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ജൂലൈ 2019 ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്കറിയാം x tends to a, x raised to n minus a raised to n എന്താണ്? n into a raised to n minus 1. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 80 ആണ് തന്നിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ലിമിറ്റ് x tends to a, x raised to n minus a raised to n by x minus a എന്താണ്? n into a raised to n minus 1. ലിമിറ്റ് x tends to a, x raised to n minus a raised to n by x minus a equal to n into a raised to n minus 1. ഇവിടെ രണ്ടിൻ്റെയും പവർ സെയിം ആണ്. n മൈനസ് ആണ്, ഇവിടെയും മൈനസ് ആണ്. ഡിനോമിനേറ്ററിൽ രണ്ടിൻ്റെയും പവർ 1 ആയിരിക്കണം. എക്സ് റേസ് ടു 1 മൈനസ് എ റേസ് ടു 1 ആണ്. അപ്പോൾ ഇവിടെ ഇത് എക്സ് ടെൻസ് ടു എ, എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു 80. ഇവിടെ എൻ സ്ഥാനത്ത് എൻ തന്നെയാണ്, എയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 ഈസ് ഈക്വൽ ടു 80. ഇതിൽ എന്നിൻ്റെ വാല്യൂ 1 2 3 4 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് എപ്പോഴാണ് ഇത് ശരിയാവുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ n ഈക്വൽ ടു 5 കൊടുത്താൽ ശരിയാവും. n ഈക്വൽ ടു 5 കൊടുത്താൽ 5 ഇൻറ്റു 2 റേസ് ടു 4, 5 into 2 raised to 5 minus 1. 2 raised to 5 minus 1 എന്നാണ് 2 raised to 4. 2 raised to 4 എന്ന് പറഞ്ഞാൽ എന്താ? 16. 16 into 5 എത്രയാണ്? 80. അപ്പോൾ ഇവിടെ ഏത് വാല്യൂ, എന്നിൻ്റെ ഏത് വാല്യൂലാണ് ശരിയാവുന്നത്? n is equal to 5 ആണ് ശരിയാവുന്നത്. അടുത്ത ജൂലൈ 2017 ക്വസ്റ്റ്യൻ. ലിമിറ്റ് x tends to 0. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ലിമിറ്റ് x tends to 0 x plus 1 whole raised to 5 divided by x. ഇതിപ്പോൾ ഏത് ഫോമിൽ ആക്കണം? നമ്മൾ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഫോമിലാവണം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു 5 മൈനസ് 1നെ നമുക്ക് എന്ത് പവർ എഴുതിയാലും 1 തന്നെയല്ലേ? 1ന്റെ പവർ ഏത് തന്നെയാണെങ്കിലും പവർ 1 തന്നെയാണ്. അപ്പോൾ എക്സ് ഇവിടെ 5 പവർ 5 ആയതുകൊണ്ട് 1നെ നമ്മൾ 1 റേസ് ടു 5 എഴുതി. എക്സ് റേസ് ടു എൻ മൈനസ് ഇതിപ്പോൾ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ആയി ബൈ എക്സ് മൈനസ് എ ആണ് വേണ്ടത്. അപ്പോൾ ഈ എക്സിന് നമ്മൾ എങ്ങനെ എഴുതണം? എക്സ് പ്ലസ് 1 മൈനസ് 1 എഴുതണം. 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ചെയ്താൽ എന്ത് മാത്രമേ ഉള്ളൂ? എക്സ് തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഏത് ഫോമിലായി? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ. അപ്പോൾ ഇത് എൻ ആണ്, ഇതെന്താണ്? എ ആണ്. നമുക്ക് എക്സ് 0ലേക്ക് ആവുമ്പോൾ എക്സ് പ്ലസ് 1 എന്തിലേക്കാവും? എക്സ് പ്ലസ് 1 എന്തിലേക്കാവും? 1ലേക്കാവും. എക്സ് 0ലേക്ക് ആവുമ്പോൾ എക്സ് പ്ലസ് 1 എന്തിലേക്കാവുക? 0 പ്ലസ് 1, അതായത് 1ലേക്കാവും. അപ്പോൾ ലിമിറ്റ് എക്സ് പ്ലസ് 1 ടെൻസ് ടു 1. ഇതിപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്നായി. അപ്പോൾ എന്താ എൻ്റെ റിസൾട്ട്? എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. എൻ ഇൻറ്റു ഇവിടെ 5 ആണ്, എൻ ഇൻറ്റു 1 റേസ് ടു 5 മൈനസ് 1. അപ്പോൾ 1ൻ്റെ പവർ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ മൈൻഡ് ചെയ്യുക വേണ്ട, 1 തന്നെ ആയിരിക്കും. എന്താ പറയുക കിട്ടുക? 5 എന്നാണ് കിട്ടുക. എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. നോക്ക്, ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് 0 എക്സ് പ്ലസ് 5 ഹോൾ റേസ് ടു 5 മൈനസ് 25 ഡിവൈഡ് ബൈ എക്സ്. ഇത് സെപ്റ്റംബർ 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇത് എങ്ങനെ എഴുതണം? ലിമിറ്റ് എക്സ് ടെൻസ് 0 എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ. ഇവിടെ പവർ 2 ആയതുകൊണ്ട് ഇതിനെ പവർ 2 ആയിട്ട് എഴുതണം. മൈനസ് ഇതിനെ എങ്ങനെ എഴുതാം? 5 സ്ക്വയർ ഡിവൈഡ് ബൈ എക്സിനെ നമ്മൾ എങ്ങനെ എഴുതണം? എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ആയി ബൈ എക്സ് മൈനസ് എ ആണ് വേണ്ടത്. എക്സ് പ്ലസ് 5 മൈനസ് 5 എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ തന്നെ വരണം. എക്സ് പ്ലസ് 5 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എന്താ? 5ഉം മൈനസ് 5 ക്യാൻസൽ ചെയ്താൽ എക്സ് തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് എന്ത് ഫോമിലാണ്? എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ. ഇതാണ് എ, ഇതാണ് എൻ. അപ്പോൾ റിസൾട്ട് എന്താണ്? എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 5 റേസ് ടു 1 അല്ല കിട്ടുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് 0ലേക്ക് ആവുമ്പോൾ എക്സ് പ്ലസ് 5 എന്തിലേക്കാവും?
5ലേക്കാവും. എക്സ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 5 ടെൻസ് ടു 5. എക്സ് 0ലേക്ക് ആവുമ്പോൾ എക്സ് പ്ലസ് 5 എന്തിലേക്കാവുക? 0 പ്ലസ് 5 5ലേക്ക് ആവുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു x plus 5 tends to 5, x plus 5 whole square minus 5 square divided by x plus 5 minus 5. അപ്പോൾ എന്താണ്? n into a raised to n minus 1. n equal to a equal to 5 ആണ്. അപ്പോൾ 5 raised to 2 minus 1 ആണ് 5 raised to 1. 5 raised to 1 ആണ് 5. 5 into 2 10. ഓക്കെ, ഇവിടെ നമുക്ക് ഇതും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു 1/2 ആണ്. മൈനസ് 1ന് നമുക്ക് ഇങ്ങനെ എഴുതാം 1 റേസ് ടു 1/2 എന്ന് എഴുതാം. 1 നമുക്ക് ഏത് പവർ എഴുതിയാലും 1 തന്നെയാണ്. ഇവിടെ റേസ് ടു ഇവിടെ 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു 1/2 ആയതുകൊണ്ടാണ് നമ്മൾ 1ന് നമ്മൾ എങ്ങനെ എഴുതിയത് 1 റേസ് ടു 1/2. എക്സിനെ നമ്മൾ ഇതുപോലെ എങ്ങനെ എഴുതണം? എക്സിനെ ഇവിടെ 1 പ്ലസ് എക്സ് ആണ് മൈനസ് 1. 1 പ്ലസ് എക്സ് മൈനസ് 1 എന്നാൽ 1 മൈനസ് 1 ക്യാൻസൽ ചെയ്താൽ എന്ത് തന്നെ ഉള്ളൂ? എക്സ് തന്നെ ഉള്ളൂ. ഇതിപ്പോൾ ഏത് ഫോമിലായി? എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ. എന്താ വാല്യൂ? n ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. ഇത് നോക്കിയാൽ മതി. ഇതാണ് n, ഇതാണ് a. അപ്പോൾ n-ന്റെ വാല്യൂ എത്രയാണ്? 1/2 ഇൻറ്റു എയുടെ വാല്യൂ എത്രയാണ്? 1. അപ്പോൾ 1/2 ഇൻറ്റു 1 റേസ് ടു 1/2 മൈനസ് 1. ഈ 1 റേസ് ടു എന്നുള്ളത് മൈൻഡ് ചെയ്യേ വേണ്ട. 1 റേസ് ടു എന്ത് തന്നെയാണെങ്കിലും എന്ത് തന്നെയാണ്? 1. അപ്പോൾ അത് 1 തന്നെയാണ്. അപ്പോൾ 1/2 ഇൻറ്റു 1. അപ്പോൾ അത് 1/2. ഇനി ഇത് നോക്കാം. ഇത് 2017 ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 ബൈ എക്സ് റേസ് ടു 10 മൈനസ് 1. ഇത് 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ ഡിനോമിനേറ്ററിലെ പവർ 1 ആണ്. എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഡിനോമിനേറ്ററിലും പവർ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക എക്സ് റേസ് ടു 15. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 നമുക്ക് 1 റേസ് ടു 15 എഴുതാം ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 10 മൈനസ് 1 റേസ് ടു 10 എഴുതാം. 1ന്റെ പവർ എന്ത് എഴുതിയാലും 1 തന്നെയാണ്. ഇപ്പോൾ നോക്കുക ഇതിപ്പോൾ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഉണ്ട്. ബൈ എന്തില്ല? എക്സ് മൈനസ് എ ഇല്ല. ഡിനോമിനേറ്ററിൽ പവർ ഉണ്ട്. ഇവിടെ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഉണ്ട്. ബൈ എക്സ് മൈനസ് എ ഇല്ല. അപ്പോൾ ന്യൂമറേറ്ററേയും ഡിനോമിനേറ്ററേയും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? എക്സ് മൈനസ് 1 കൊണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ എന്ത് ചെയ്തു? എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ആയി. ഇതും എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഫോമിലായി. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും നമ്മൾ സെപ്പറേറ്റ് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സ്റ്റാൻഡേർഡ് ഫോമിലാക്കണമെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഉണ്ട്. ഇവിടെയും എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഉണ്ട്. പക്ഷെ ഡിനോമിനേറ്ററിൽ പവർ ഉണ്ടാവരുത്. എക്സിന്റെയും എയുടെയും പവർ 1 ആയിരിക്കണം. അപ്പോൾ ഡിനോമിനേറ്ററിൽ പവർ അല്ലെങ്കിൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്തുകൊണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മതി? എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ടും സ്റ്റാൻഡേർഡ് ഫോമിലാവും. രണ്ടിനും സെപ്പറേറ്റ് എന്ത് കൊടുക്കുക? ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ അത് എങ്ങനെ വരും? ന്യൂമറേറ്ററിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ വരും n ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ 15 ഇൻറ്റു 1 റേസ് ടു 15 മൈനസ് 1 ഡിവൈഡഡ് ബൈ അവിടെ n-ന്റെ വാല്യൂ 15 ആണ്, എയുടെ വാല്യൂ 5 ആണ്. ഇത് ഈ ടേം മാത്രം നോക്കിയാൽ മതി. n 15 എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ. ഇത് എ റേസ് ടു എൻ ആണ്. a1 n 15. അപ്പോൾ n ഇൻറ്റു എ റേസ് ടു 15 മൈനസ് 1. ഇവിടെ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ. അപ്പോൾ ഇവിടെ n-ന്റെ വാല്യൂ 10 ആണ്. ഇൻറ്റു 1 റേസ് ടു 10 മൈനസ് 1. ഞാൻ പറഞ്ഞു 1 റേസ് ടു എന്നുള്ളത് മൈൻഡിയേ വേണ്ട. അപ്പോൾ എന്തേ ഉണ്ടാവുള്ളൂ? 15/10 മാത്രമേ ഉണ്ടാവുള്ളൂ. 15/10 എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ 2. ഇവിടെ എങ്ങനെയാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ. അപ്പോൾ ഇവിടെ മൈനസ് ആവണം. സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ മൈനസ് ആണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ എഴുതണം? നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 എക്സ് റേസ് ടു 5 എക്സ് റേസ് ടു 5 മൈനസ് -1 റേസ് ടു 5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് -1 എഴുതാം. ഇതിനെ എക്സ് ടെൻസ് ടു -1 ആണ്. ഇത് എക്സ് റേസ് ടു 5 മൈനസ് -1 റേസ് ടു 5 എഴുതി. ഇവിടെ എക്സ് ടെൻസ് ടു എ. അപ്പോൾ എക്സ് റേസ് ടു എൻ മൈനസ് ഇവിടെ പിന്നെ -1 റേസ് ടു 5 ആണ് വേണ്ടത്. എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ. നമുക്ക് -1 റേസ് ടു 5 എത്രയാണ്? -1 ആണ്. -1ന്റെ പവർ ഒറ്റ സംഖ്യയാണെങ്കിൽ എന്താണ്? -1 തന്നെയാണ്. അപ്പോൾ -1 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഇത് എക്സ് മൈനസ് 5 മൈനസ് -1 ഉണ്ടാവില്ല. അപ്പോൾ ഇത് +1 തന്നെയാണ്. അതേപോലെ എക്സ് മൈനസ് -1 എന്താണ്? +1 ആണ്. എക്സ് +1 ആണ്. അപ്പോൾ ഇത് തന്നെയാണിത്. -1 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ എന്താണ്? -1 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ -1 ആണ്. എക്സ് മൈനസ് 5 മൈനസ് -1 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 5 മൈനസ് -1 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 5 +1.
ഇതിപ്പോൾ ഏത് ഫോമിലായി? x raised to n minus a raised to n by x minus a. എന്താ ആൻസർ? n into n എന്ന് പറഞ്ഞാൽ 5 ആണ്, into a എന്ന് പറഞ്ഞാൽ ഇത് a, ഇത് n, അപ്പോൾ n into -1 raised to 5 minus 1. -1ന്റെ പവർ ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്താണ്? +1 ആണ്. -1ന്റെ പവർ ഒറ്റ സംഖ്യ ആണെങ്കിൽ എന്താണ്? -1 ആണ്. അപ്പോൾ ഇവിടെ -1 raised to 5 - 1 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ -1ന്റെ പവർ ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ ആണെങ്കിൽ അത് +1 ആണ്. അപ്പോൾ 5 into 1 5 കിട്ടും. ഇവിടെ നോക്ക്, ഇതും ലിമിറ്റ് x ടെൻസ് ടു ഇത് ലിമിറ്റ് എക്സിന് പകരം z ആണെന്നേ ഉള്ളൂ. ലിമിറ്റ് z ടെൻസ് ടു 1 ഇതിന് നമ്മൾ എങ്ങനെ എഴുതാം? ലിമിറ്റ് z ടെൻസ് ടു 1. ഇതിനെ റൂട്ട് z എന്ന് പറഞ്ഞാൽ z raised to 1/2 ആണ്. റൂട്ട് z എന്ന് പറഞ്ഞാൽ എന്താണ്? z raised to 1/2. സ്ക്വയർ റൂട്ട് ഓഫ് x എന്ന് പറഞ്ഞാൽ x raised to 1/2. അപ്പോൾ z raised to 1/2 മൈനസ് 1 raised to 1/2. 1 നമുക്ക് 1നെ അവിടെ നമ്മൾ പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും എഴുതാം. 1 raised to 1/2 എന്ന് പറഞ്ഞാൽ 1ന്റെ പവർ എന്ത് തന്നെയാണെങ്കിലും 1 തന്നെയാണ്. ബൈ ഇവിടെ 1 മൈനസ് z ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് z മൈനസ് 1 ആണ്. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണമെങ്കിൽ ഇവിടെ 1 മൈനസ് z അല്ല, ഇവിടെ ഇപ്പോൾ x raised to n മൈനസ് a raised to n ബൈ x മൈനസ് a എന്നാണ് വേണ്ടത്. ഇപ്പോൾ z മൈനസ് 1 ആണ് വേണ്ടത്, പക്ഷെ ഇവിടെ 1 മൈനസ് z ആണ്. ഈ 1 മൈനസ് zനെ z മൈനസ് 1 ആവുമ്പോൾ പുറത്ത് എന്ത് ചെയ്താൽ മതി? ഒരു മൈനസ് സൈൻ കൊടുത്താൽ മതി. ഈ 1 മൈനസ് zനെ നമ്മളിവിടെ z മൈനസ് 1 ആക്കി. അപ്പോൾ എന്ത് ചെയ്താൽ മതി? പുറത്തൊരു മൈനസ് സൈൻ കൊടുത്താൽ മതി. കാരണം എന്താണ്? 1 മൈനസ് z എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് z മൈനസ് 1 ആണ്. a മൈനസ് b നമ്മൾ എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് b മൈനസ് a. അപ്പോൾ 1 മൈനസ് z എന്താണ്? മൈനസ് ഓഫ് z മൈനസ് 1. ആ മൈനസ് ഇവിടെ എത്തിയത്. ഇപ്പോൾ 1 മൈനസ് zനെ z മൈനസ് 1 ആക്കിയപ്പോൾ ഇവിടെ പുറത്തൊരു മൈനസ് സൈൻ കൊടുത്താൽ മതി. ഇപ്പോൾ അതിപ്പോൾ പുറത്തൊരു മൈനസ് സൈൻ ഉണ്ട്, ആ മൈനസ് സൈൻ അങ്ങനെ തന്നെ ഇട്ടു. ഈ മൈനസ് 1 മൈനസ് zനെ z മൈനസ് 1 ആകുമ്പോൾ ഉണ്ടായ മൈനസ് ആണ് ഇത്. ഇപ്പോൾ ഇത് മൈനസ് ഇട്ടു. ഇതിപ്പോൾ x raised to n മൈനസ് a raised to n ബൈ x മൈനസ് a ഫോമിലാണ്. x പകരം z ആണെന്നേ ഉള്ളൂ. എന്താണ്? n into n എന്ന് പറഞ്ഞാൽ 1/2 ആണ്. a എത്രയാണ്? 1 ആണ്. raised to 1/2 മൈനസ് 1. നമ്മൾ പറഞ്ഞു 1ന്റെ പവർ എന്ത് തന്നെയാണെങ്കിലും മൈൻഡ് ചെയ്യേണ്ട, അത് 1 തന്നെയാണ്. അപ്പോൾ മൈനസ് 1/2 into 1. അപ്പോൾ എത്ര കിട്ടുക? മൈനസ് 1/2. ഇത് 2010 ക്വസ്റ്റ്യൻസ് ആണ്. ഈ പ്രോബ്ലംസ് ഒക്കെ നോക്ക്, ഇതൊക്കെ ഒരൊറ്റ സ്റ്റാൻഡേർഡ് റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ചതാണ്. ലിമിറ്റ് x ടെൻസ് ടു a x raised to n minus a raised to n by x minus a is equal to n into a raised to n minus 1. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് 0 cos 9x minus cos 5x by sin 17x minus sin 3x. ഇത് 2018 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, നമ്മൾ ട്രിഗണോമെട്രി പറഞ്ഞപ്പോൾ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞ ആള് 4 ഫോർമുല s plus s equal to 2sc, s minus s equal to 2cs, c plus c 2cc, c minus c minus 2ss. ട്രിഗണോമെട്രിയുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കാണാം. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ c മൈനസ് c, c മൈനസ് കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? c മൈനസ് c മൈനസ് t ആണ്. c എന്ന് പറഞ്ഞാൽ മൈനസ് 2ss ആണ്. അപ്പോൾ ആ ഫോർമുല ഉപയോഗിക്കുക. ലിമിറ്റ് x ടെൻസ് ടു 0, ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ് 2 c മൈനസ് c പറഞ്ഞാൽ മൈനസ് 2ss, കോസ് മൈനസ് കോസ് എന്ന് പറഞ്ഞാൽ c മൈനസ് c മൈനസ് 2ss ആണ്. മൈനസ് 2ss എന്ന് പറഞ്ഞാൽ മൈനസ് 2 സൈൻ. ആദ്യം എന്ത് വേണം? മൈനസ് c മൈനസ് c പറഞ്ഞാൽ മൈനസ് 2ss. ഇപ്പം മൈനസ് 2ss എന്ന് പറഞ്ഞാൽ സൈൻ. ആദ്യം എന്താ? c പ്ലസ് d/2, പിന്നെന്താണ്? c മൈനസ് d/2. ഇതെന്താണ്? cos c മൈനസ് cos d ഈക്വൽ ടു മൈനസ് 2 സൈൻ c പ്ലസ് d/2 അഗെയിൻ സൈൻ c മൈനസ് d/2. അപ്പോൾ c പ്ലസ് d/2 എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറിയ പോലെ സിയും ഡിയും 9x 5x ആണ്. അപ്പോൾ 9x പ്ലസ് 5x 14x/2 പറഞ്ഞാൽ 7x. പിന്നെ ഇത് രണ്ടും മൈനസ് ചെയ്യുക, 2 ഡിവൈഡ് ചെയ്യുക. ആദ്യം രണ്ടും കൂടെ ആഡ് ചെയ്യുക, 2 ഡിവൈഡ് ചെയ്യുക, പിന്നെ മൈനസ് ചെയ്യുക, 2 ഡിവൈഡ് ചെയ്യുക. 9x മൈനസ് 5x 4x/2 പറഞ്ഞാൽ 2x. അത് കിട്ടി. ഇനി ഡിനോമിനേറ്ററിൽ സൈൻ മൈനസ് സൈൻ ആണ്. എസ് മൈനസ് എസ്. എസ് എന്ന് പറഞ്ഞാൽ സൈൻ, സി എന്ന് പറഞ്ഞാൽ കോസ് ആണ്. അപ്പോൾ എസ് മൈനസ് എസ് എന്താണ്? 2cs ആണ്. 2cs എന്ന് പറഞ്ഞാൽ 2 കോസ് പിന്നെയും കോസ് സൈൻ. 2cs എന്ന് പറഞ്ഞാൽ 2 കോസ് സൈൻ. എങ്ങനെ വരും? ആദ്യം ഇവിടെ സൈൻ മൈനസ് സൈൻ ആണ്. എന്താ സൈൻ മൈനസ് സൈൻ? 2cs ആണ്. 2cs എന്ന് പറഞ്ഞാൽ 2 കോസ് പിന്നെ സൈൻ. കോസ് ആദ്യം എന്ത് എഴുതണം? c പ്ലസ് d/2, പിന്നെ എന്ത് എഴുതണം? c മൈനസ് d/2. ആദ്യം രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ടിരിക്കുക, പിന്നെ ഇത് മൈനസ് ചെയ്തിട്ട് 2 കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് 17 3 എത്ര? 20x. 17x പ്ലസ് 3x 20x. 20xനെ 2 കൊണ്ടിരിച്ചാൽ 10x. പിന്നെ ഇത് മൈനസ് ചെയ്തിട്ട് 2 കൊണ്ടിരിക്കുക. 17x മൈനസ് 3x 14x. 14xനെ 2 കൊണ്ടിരിച്ചാൽ
7x. അപ്പോൾ ഈ ഫോർമുല ഡയറക്റ്റ് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഫോർമുലയെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ട്രിഗണോമെട്രിയുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ -2 ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു sin 7x ഉണ്ട്. ആ sin 7xും ഇവിടെയുള്ള sin 7xും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു മൈനസ് ഉണ്ട്. ലിമിറ്റ് x ടെൻസ് 0. ബാക്കി എന്തുണ്ട്? ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. -sin 2x ബൈ കോസ് ഡിനോമിനേറ്ററിൽ എന്ത് മാത്രമേ ഉള്ളൂ? കോസ് 10x മാത്രമേ ഉള്ളൂ. ഇനി എക്സിന് ഡയറക്റ്റ് 0 എന്ന് കൊടുക്കുക. എക്സിന് 0 എന്ന് ഡിനോമിനേറ്ററിൽ കൊടുത്തു വെക്കുക. ഡിനോമിനേറ്റർ 0 ആവുന്നില്ലെങ്കിൽ ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുക. എക്സിന് 0 എന്ന് ഡിനോമിനേറ്ററിൽ കൊടുക്കുമ്പോൾ കോസ് 0 എന്നാണ് കിട്ടുക. കോസ് 0 അല്ല. കോസ് 0 എത്രയാണ്? 1 ആണ്. എക്സിന് ന്യൂമറേറ്ററിൽ 0 കൊടുക്കുമ്പോൾ sin 2 × 0 എന്ന് പറഞ്ഞാൽ 0. sin 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0. അപ്പോൾ 0 ഡിവൈഡ് ബൈ നോൺ 0 നമ്പർ എന്താണ്? 0. ഇനി അടുത്ത് നോക്കുക സെപ്റ്റംബർ 2016. ഇത് നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ ഇനി ഉപയോഗിക്കുന്ന ഫോർമുല ലിമിറ്റ് x ടെൻസ് ടു 0 sin x by x is equal to 1. ഈ റിസൾട്ട് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കാണാം. ലിമിറ്റ് x ടെൻസ് 0 sin x by x എന്താണ്? 1. അപ്പോൾ ലിമിറ്റ് x ടെൻസ് 0 സൈൻ കഴിഞ്ഞിട്ട് എന്താണോ വരുന്നത് അത് തന്നെ ഡിനോമിനേറ്ററിലും വരണം. sin 2x ആണെങ്കിൽ by 2x, sin 3x ആണെങ്കിൽ by 3x, sin nx ആണെങ്കിൽ by nx എന്ന് വരണം. അതിന്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് sin ax ലിമിറ്റ് x ടെൻസ് 0 ഈ റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ sin തീറ്റ by തീറ്റ, sin x by x. അപ്പോൾ sin ax ആണെങ്കിൽ by എന്ത് വരണം? by ax വരണം. ഇവിടെ ഒരു by ax ഇല്ല. അപ്പോൾ നമ്മൾ വെറുതെ ഒരു ax എഴുതിയാണ്. അപ്പോൾ ഒരു ax into ax എഴുതണം. ഇവിടെ അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ sin bx ഉള്ളൂ. sin തീറ്റ by തീറ്റ വേണം. അപ്പോൾ sin bx ആണെങ്കിൽ by എന്ത് വരണം? by bx വരണം. ഇവിടെ ഒരു by bx ഇല്ല. ഈ by bx നമ്മൾ വെറുതെ എഴുതിയാണ്. അതുകൊണ്ട് ഒരു into bx എഴുതണം. അപ്പോൾ ഇതിന്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ ഇതിപ്പോൾ sin തീറ്റ by തീറ്റ അത് 1 ആണ്. ഇതിന്റെ വാല്യൂ എത്രയാണ്? അതും 1 ആണ്. ബാക്കി ax by bx ഈ x ക്യാൻസൽ ചെയ്താൽ എന്തുള്ളൂ? a by b എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ വാല്യൂ എത്രയാ? sin തീറ്റ by തീറ്റ, sin x by x എത്രയാണ്? 1 ഇൻറ്റു ഇവിടെ കോൺസ്റ്റന്റ് ഒക്കെ ലിമിറ്റ് വാല്യൂ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ എഴുതാം. 1 into b. അപ്പോൾ എത്ര ആയിട്ടാ? 1 into a by b എന്ന് കിട്ടും ആൻസർ. ഇനി അടുത്തത് നമുക്ക് ഇത് HSC 2016 ആണ്. നമുക്ക് sin ax by sin bx ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് പഠിച്ചാലും കുഴപ്പമില്ല. ലിമിറ്റ് x ടെൻസ് 0 sin ax by sin bx എന്താ? a by b ആണ്. ഇവിടെ എയുടെയും ബിയുടെയും സ്ഥാനത്ത് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണിത്. എയുടെ സ്ഥാനത്ത് 4 ആണ്, ബിയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ sin 4x by sin 2x എന്തായിരിക്കും? 4/2 ആയിരിക്കും. അപ്പോൾ എത്രയാണ്? 2. അപ്പോൾ ലിമിറ്റ് x ടെൻസ് 0 sin ax by sin bx ആണെങ്കിൽ എന്തായിരിക്കും? അത് a by b ആയിരിക്കും. അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് പഠിച്ചാൽ മതി. ലിമിറ്റ് x ടെൻസ് 0 sin ax by sin bx എന്ന് പറഞ്ഞാൽ എന്താ? a by b. അപ്പോൾ ലിമിറ്റ് x ടെൻസ് 0 sin 4x by sin 2x എന്തായിരിക്കും? 4/2. 4/2 പറഞ്ഞാൽ 2. അത് ചെയ്യുന്ന രീതി ഇതുപോലെ തന്നെ ചെയ്താൽ മതി. എക്ക് 4ഉം കൊടുക്കുക, ബിക്ക് എന്ത് കൊടുക്കുക? 2ഉം കൊടുക്കുക. ഇനി നോക്കുക ലിമിറ്റ് x ടെൻസ് 0 tan x by x എങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം? ലിമിറ്റ് x ടെൻസ് 0 tan x നമ്മൾ എങ്ങനെ എഴുതാം? sin x by cos x എന്ന് എഴുതാം. sin x by cos x ആണ് tan x by x എന്ന് എഴുതാം. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ലിമിറ്റ് x ടെൻസ് 0 sin x by x cos x എന്ന് എഴുതാം. a by b by c എന്ന് പറഞ്ഞാൽ എന്താ? a by b c ആണ്. അപ്പോൾ sin x by cos x by x, sin x by cos x by x എന്ന് പറഞ്ഞാൽ sin x by ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി. x into cos x എന്ന് വരും. a by b by c എന്ന് പറഞ്ഞാൽ a by ബിയും സിയും കൂടെ ഗുണിക്കുക, a by b c. അപ്പോൾ നമുക്ക് ലിമിറ്റ് x in 0 sin x by x എത്രയാണ്? 1. ഈ ബാക്കിയുള്ള ഡിനോമിനേറ്ററിലുള്ള cos x-ന് x-ന് 0 എന്ന് കൊടുത്താൽ മതി. ഡിനോമിനേറ്ററിൽ cos വന്നാൽ ഒരു കുഴപ്പമില്ല. കാരണം cos 0 എന്തല്ല 1 ആണ്. x-ന് 0 എന്ന് cos x-ന് 0 എന്ന് എവിടെ കൊടുക്കുക? cos 0 എന്താണ്? 1 ആണ്. 1 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ മൾട്ടിപ്ലൈ ചെയ്താലോ ഒന്നും ഒരു വ്യത്യാസവും വരില്ല. അപ്പോൾ sin x by x ലിമിറ്റ് x in 0 sin x by x എത്രയാണ്? 1 ആണ്. ഇൻറ്റു ഇവിടെ ഒരു cos 0 ഇവിടെ x-ന് 0 എന്ന് കൊടുക്കുക. cos 0 എന്ന് പറയുമ്പോൾ 1 വരും. അപ്പോൾ ആ 1 നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. കാരണം 1-നോട് മൾട്ടിപ്ലൈ ചെയ്താലോ ഡിവൈഡ് ചെയ്താലോ ഒക്കെ എന്തെങ്കിലും വ്യത്യാസം വരുമോ? അപ്പോൾ ഇതും ഒരു റിസൾട്ട് ആയിട്ട് ഓർത്തിരിക്കുക. ലിമിറ്റ് x in 0 tan x by x എന്താണ്? 1 ആണ്. ലിമിറ്റ് x in 0 sin x by x 1 ആണ്. ലിമിറ്റ് x in 0 tan x by x 1 ആണ്. ഇത് നോക്ക് അതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് x in 0 tan തീറ്റ by തീറ്റ അതെന്തായിരിക്കും? 1 ആയിരിക്കും. ലിമിറ്റ് x ഇതിപ്പോൾ ഏത് ഫോർമുല? ലിമിറ്റ് x in 0 tan of x by x, tan of π/4 minus x by π/4. tan കഴിഞ്ഞിട്ട് എന്താണോ വരുന്നത് അതിൻ്റെ ഡിനോമിനേറ്ററിലും വരണം. tan of തീറ്റ by തീറ്റ. ലിമിറ്റ് x tends to π/4, x tends to π/4 എന്ന് പറഞ്ഞാൽ π/4 minus x എന്താണ്? tends to 0 എന്ന് അർത്ഥം.
എക്സ് 5/4 ആവുമ്പോൾ 5/4 മൈനസ് എക്സ് ഉണ്ടാവും. 5/4 മൈനസ് എക്സിന് 5/4 കൊടുക്കാം. 5/4 മൈനസ് 5/4 0 ആവും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5/4 എന്ന് പറഞ്ഞാൽ 5/4 മൈനസ് എക്സ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞു. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ്. എക്സിന് സ്ഥാനത്ത് 5/4 മൈനസ് എക്സ് ആണെന്നേ ഉള്ളൂ. അതിന്റെ വാല്യൂ 1. ഇവിടെ നോക്ക് ലിമിറ്റ് എക്സ് ടെൻസ് 0. അത് 2014 ക്വസ്റ്റൻ ആണ്. ഇതും 2014 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എ എക്സ് ബൈ ബി എക്സ്. അപ്പൊ എങ്ങനെ വരണം ഇതിന്? സൈൻ എ എക്സ് ബൈ എ എക്സ് ആണ് വേണ്ടത്. സൈൻ എ എക്സ് ബൈ എന്ത് വരണം? എ എക്സ് വരണം. സൈൻ തീറ്റ കഴിഞ്ഞാൽ ബൈ തീറ്റ. സൈൻ എക്സ് ആണെങ്കിൽ ബൈ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഒരു സൈൻ എ എക്സ് ഉണ്ട്, അതുകൊണ്ട് ബൈ എ എക്സ് എന്ന് എഴുതാം. എന്നിട്ട് എന്താ അഡ്ജസ്റ്റ്മെന്റ് എടുത്തണം നോക്കാം. അപ്പോൾ സൈൻ എ എക്സ് ബൈ എ എക്സ് എഴുതി. ഇവിടെ ഒരു ബൈ എ എക്സ് നമ്മൾ വെറുതെ എഴുതിയല്ലേ, അതിവിടെ ഇല്ലാത്തതാണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു ഇൻറ്റു എ എക്സ് എഴുതണം. ഡിനോമിനേറ്ററിലുള്ള ബി എക്സ് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ ഈ എക്സ് എക്സ് ക്യാൻസൽ ചെയ്യാലോ. ഇപ്പോൾ എ ബൈ ബി ഉള്ളൂ. കോൺസ്റ്റന്റിന് ലിമിറ്റ് കൊടുക്കാൻ പറ്റില്ല. കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ലിമിറ്റ് എക്സ് ഇൻ 0. ഇത് സൈൻ എക്സ് ബൈ എക്സ് ആണ്. അതിന്റെ വാല്യൂ എത്രയാ? 1. സൈൻ തീറ്റ ബൈ തീറ്റ എന്താണ്? 1 ആണ്. സൈൻ എ എക്സ് ബൈ എ എക്സ്, സൈൻ 2x ബൈ 2x, സൈൻ 3x ബൈ 3x, സൈൻ എൻ എക്സ് ബൈ എൻ എക്സ്, സൈൻ ഓഫ് സംതിങ് ഡിവൈഡ് ബൈ ദ സെയിം. അപ്പോൾ സൈൻ എ എക്സ് ബൈ എ എക്സ് എത്രയാണ്? 1. അപ്പോൾ ഇത് 1 ഇൻറ്റു എ ബൈ ബി എന്നാ വരാം. 1 ഇൻറ്റു എ ബൈ ബി എന്ന് പറഞ്ഞാൽ എ ബൈ ബി. അപ്പോൾ ഇതിന്റെ വാല്യൂ എത്രയാണ്? എ ബൈ ബി ആണ്. 2012 ക്വസ്റ്റ്യൻ നോക്ക്. ലിമിറ്റ് എക്സ് ഇൻ 0 ടാൻ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ സൈൻ ക്യൂബ് എക്സ്. ഇതിൽ ഒന്നിലധികം പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ലിമിറ്റ് എക്സ് ഇൻ 0 ഇവിടെ നമ്മൾ എങ്ങനെയാ ചെയ്യാം? ടാൻ എക്സിന് നമ്മൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് എഴുതാം. സൈൻ എക്സ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ സൈൻ ക്യൂബ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സിന്റെ ക്യൂബാണ്. സൈൻ എക്സിന്റെ ക്യൂബിനെയാണ് നമ്മൾ എന്ത് പറയാം? സൈൻ ക്യൂബ് എക്സ് എന്ന് പറയാം. ഇവിടെ നമ്മൾ കോസ് എക്സ് എൽസിയം എടുക്കാം അല്ലെ? വെയിറ്റ്, ഇവിടെ നമ്മൾ സൈൻ എക്സ് കോമൺ അല്ലേ? സൈൻ എക്സ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഇവിടെ നമ്മൾ സൈൻ എക്സ് കോമൺ എടുക്കാം ന്യൂമറേറ്ററിൽ. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു ഇവിടുന്ന് സൈൻ എക്സ് എടുത്താൽ ബാക്കി ഒരു 1 ബൈ കോസ് എക്സ് ഉള്ളൂ. 1 ബൈ കോസ് എക്സ് മൈനസ് 1. ഈ സൈൻ എക്സ് നമ്മൾ അങ്ങനെ തന്നെ പുറത്തെടുത്തു. ബാക്കി 1 ഉണ്ടാവുള്ളൂ. ബൈ സൈൻ ക്യൂബ് എക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ സൈൻ എക്സ് കോമൺ എടുത്തു. സൈൻ ക്യൂബ് എക്സ് ഡിനോമിനേറ്ററിൽ അങ്ങനെ. അപ്പോൾ ഈ സൈൻ എക്സും സൈൻ ക്യൂബ് എക്സും കൂടെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ ഒരു സൈൻ സ്ക്വയർ എക്സ് അല്ലേ ഉണ്ടാവുള്ളൂ. സൈൻ ക്യൂബ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സിന്റെ ക്യൂബാണ്. അപ്പോൾ ആ സൈൻ എക്സും സൈൻ എക്സിന്റെ ക്യൂബും ക്യാൻസൽ ചെയ്താൽ ഇവിടെ സൈൻ സ്ക്വയർ എക്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് 0. ലിമിറ്റ് എക്സ് ടെൻസ് 0. അപ്പോൾ എന്താ പറയുക? ലിമിറ്റ് എക്സ് ടെൻസ് 0. ന്യൂമറേറ്ററിൽ നമ്മൾ കോസ് എക്സ് എൽസിയം എടുത്താൽ 1 മൈനസ് കോസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ കോസ് എക്സ് എന്ന് വരാം. ന്യൂമറേറ്ററിൽ നമ്മൾ എന്ത് ചെയ്തു? കോസ് എക്സ് എൽസിയം എടുത്തു. ന്യൂമറേറ്ററിൽ കോസ് എക്സ് എൽസിയം എടുക്കുമ്പോൾ ഇവിടെ കോസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പോൾ 1 മൈനസ് കോസ് എക്സ് 1 മൈനസ് 1 ഇൻറ്റു കോസ് എക്സ് ഓൾ ഡിവൈഡ് ബൈ കോസ് എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്നാണ്ടാവുക. ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ത് ചെയ്താൽ മതി? ഒരു ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഇവിടെ കഴിഞ്ഞാൽ. ഇവിടെ നമ്മൾ കോസ് എക്സ് എൽസിയം എടുത്തു. ഇവിടെ കോസ് എക്സ് എൽസിയം എടുക്കുമ്പോൾ ഇവിടെ കോസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 മൈനസ് 1 ഇൻറ്റു കോസ് എക്സ് 1 മൈനസ് കോസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ കോസ് എക്സ് 1 മൈനസ് കോസ് എക്സ് ഓൾ ഡിവൈഡ് ബൈ കോസ് എക്സ് ഓൾ ഡിവൈഡ് ബൈ ഒരു സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്. അപ്പോൾ ഈ ബൈ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് എഴുതിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞു എ ബൈ ബി ബൈ സി എന്ന് പറഞ്ഞാൽ എ ബൈ ഇത് രണ്ടും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബി ഇൻറ്റു സി എന്നാ വരാം. അപ്പോൾ 1 മൈനസ് കോസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ കോസ് എക്സ് പിന്നെ ഒരു ബൈ സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്. അപ്പോൾ കോസ് എക്സും സൈൻ സ്ക്വയർ എക്സും കൂടെ ഒന്നിച്ച് അങ്ങ് എഴുതിയാൽ മതി. ഇനി നമുക്ക് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് അല്ലേ? സൈൻ സ്ക്വയർ എക്സ് എന്താണ്? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ആണ്. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ആണ്. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. ഈ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് നമുക്ക് ഇങ്ങനെ എഴുതാം. 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് എന്ന് എഴുതാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സൈൻ സ്ക്വയർ എക്സ് എന്നാൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ അല്ലേ? അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഈ സൈൻ സ്ക്വയർ എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് 0 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് എന്താണ്? 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ്. സൈൻ സ്ക്വയർ എക്സ് നമ്മൾ 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് എഴുതി. അപ്പോൾ നമുക്ക് ഇവിടെ 1 മൈനസ് കോസ് എക്സ് ഉണ്ട്. ഈ 1 മൈനസ് കോസ് എക്സും ക്യാൻസലായി. 1 മൈനസ് കോസ് എക്സും 1 മൈനസ് കോസ് എക്സും ക്യാൻസലായി. ബാക്കിയുള്ളതിന് ഡയറക്റ്റ് എക്സിന് 0 എന്നും കൊടുത്താൽ മതി. ഡിനോമിനേറ്ററിൽ കൊടുത്താൽ 0 ആവുന്നില്ലെങ്കിൽ ഡയറക്റ്റ് എക്സിന് വാല്യൂ കൊടുത്തേക്കാം. വേറെ സിംപ്ലിഫിക്കേഷൻ ഒന്നും വേണ്ട അവന്. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സിന് 0 കൊടുക്കാം. ന്യൂമറേറ്ററിലൊക്കെ ക്യാൻസലായി. ന്യൂമറേറ്ററിൽ 1 മാത്രമേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ കോസ് 0 എത്രയാ? 1 ബൈ 1 പ്ലസ്
cos 0 x ന് 0 എന്ന് കൊടുക്കുക. ഇവിടെ x 0 എന്നല്ലേ, cos 0 എത്രയാ 1. അപ്പോൾ എത്ര വരിക 1/2 കിട്ടും. അപ്പോൾ ഈ റിസൾട്ടുകളൊക്കെ മെയിനായിട്ട് ഈ പ്രോബ്ലംസ് ഒക്കെ മെയിനായിട്ട് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ലിമിറ്റ് x ൻ 0 sin x by x is equal to 1 എന്ന് പറഞ്ഞ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ലിമിറ്റ് x ടെൻസ് ടു പൈ സൈൻ ഓഫ് പൈ മൈനസ് എക്സ് ബൈ പൈ മൈനസ് എക്സ്, പൈ ഇൻറ്റു പൈ മൈനസ് എക്സ് ആണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് സൈൻ ഓഫ് തീറ്റ ബൈ തീറ്റ, സൈൻ ഓഫ് പൈ മൈനസ് എക്സ് ബൈ പൈ മൈനസ് എക്സ്, ഇത്രയും വാല്യൂ എത്രയാണ്? 1 ആണ്. എക്സ് പൈയിലേക്കാവുമ്പോൾ പൈ മൈനസ് എക്സ് എന്തിലേക്കാവും? 0ലേക്കാവും. എക്സ് ടെൻസ് ടു പൈ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പൈ മൈനസ് എക്സ് ടെൻസ് ടു 0 എന്നർത്ഥം. എക്സ് പൈയിലേക്കാവുമ്പോൾ പൈ മൈനസ് എക്സ് എന്തിലേക്കാവും എന്ന് പറയണമെങ്കിൽ എക്സിന് പൈ എന്ന് കൊടുത്താൽ മതി, പൈ മൈനസ് പൈ 0 അല്ലേ. അപ്പോൾ എക്സ് പൈയിലേക്കാവുമ്പോൾ പൈ മൈനസ് എക്സ് 0ലേക്കാവും. അപ്പോൾ ലിമിറ്റ് തീറ്റ ടെൻസ് 0 സൈൻ തീറ്റ ബൈ തീറ്റ അത് എത്രയാണ്? 1 ആണ്. ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. കോൺസ്റ്റന്റ് ഞാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുക്കാൻ പറ്റില്ല. ഒരു 1/π കോൺസ്റ്റന്റ്, 1/π ഇൻറ്റു സൈൻ തീറ്റ ബൈ തീറ്റ എത്രയാണ്? 1 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്? 1/π. 2011 ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ലിമിറ്റ് x ൻ 0 നമ്മൾ പറഞ്ഞു സൈൻ തീറ്റ ബൈ തീറ്റ വരണം. സൈൻ എ എക്സ് ആണെങ്കിൽ ബൈ എ എക്സ് വരണം. അപ്പോൾ സൈൻ എ എക്സ് ആണെങ്കിൽ ലിമിറ്റ് x ൻ 0 സൈൻ എ എക്സ് ആണെങ്കിൽ ബൈ എ എക്സ് നമ്മൾ എഴുതാം. ബാക്കി എന്ത് അഡ്ജസ്റ്റ്മെന്റ് വരുത്തണം നോക്കാം. സൈൻ എ എക്സ് ബൈ എ എക്സ് ആണ് വേണ്ടത്. പക്ഷെ ഇവിടെ എ എക്സില്ല, എക്സ് മാത്രമേ ഉള്ളൂ. ഒരു എ നമ്മൾ അഡീഷണൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിലും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബൈ ഡിനോമിനേറ്ററിൽ കോസ് ബി എക്സ് അങ്ങനെ തന്നെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് x ൻ 0 ഇതിപ്പോൾ സൈൻ തീറ്റ ബൈ തീറ്റ, സൈൻ എ എക്സ് ബൈ എ എക്സ്, സൈൻ ബി എക്സ് ബൈ ബി എക്സ്, സൈൻ 2x ബൈ 2x ഇത്രയാണ് 1. ബാക്കിയുള്ളതിന് ഇവിടെ ഡയറക്റ്റ് x ന് 0 എന്ന് കൊടുത്താൽ മതി. കാരണം ഡിനോമിനേറ്റർ 0 ആവില്ല. x ന് 0 കൊടുക്കുമ്പോൾ cos 0 എന്താണ്? 1 ആണ്. cos b ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ cos 0. cos 0 എത്രയാണ്? 1 ഇൻറ്റു a ബൈ 1. അപ്പോൾ എത്രയാണ്? a. അടുത്തത് ലിമിറ്റ് x ൻ 0 cos 2x മൈനസ് 1 ബൈ cos x മൈനസ് 1 ആണ്. ഇത് 2010 ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല 1 മൈനസ് cos x നമുക്ക് ഫോർമുല ഉണ്ട്. അതെന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്. 1 മൈനസ് cos x എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. പക്ഷെ ഇവിടെയൊക്കെ cos 2x മൈനസ് 1 മൈനസ് cos എന്നുള്ള ഫോർമുല ആണ്. അപ്പോൾ ലിമിറ്റ് x ൻ 0 cos 2x മൈനസ് 1 നമ്മൾ 1 മൈനസ് cos 2x എന്ന് എഴുതിയാൽ ഇതിനെ cos 2x മൈനസ് 1 ആണ്. അതിന് 1 മൈനസ് cos 2x എഴുതിയാൽ ഡിനോമിനേറ്ററിലും അങ്ങനെ തിരിച്ചെഴുതണം. cos x മൈനസ് 1 എങ്ങനെ എഴുതിയാൽ മതി? 1 മൈനസ് cos x എന്ന് എഴുതിയാൽ മതി. കാരണം cos 2x മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് 1 മൈനസ് 2x ആണ്. cos x മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് 1 മൈനസ് cos x ആണ്. അപ്പോൾ മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 മൈനസ് cos x ബൈ 1 മൈനസ് cos 2x ബൈ 1 മൈനസ് cos x ആണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഈ cos 2x മൈനസ് 1നെ 1 മൈനസ് cos 2x എഴുതിയാൽ ഡിനോമിനേറ്ററിലും അത് നേരെ തിരിച്ചങ്ങ് എഴുതിയാൽ മതി. cos x മൈനസ് 1 നമ്മൾ 1 മൈനസ് cos x എഴുതി. അപ്പോൾ 1 മൈനസ് cos എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്. അപ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 0 1 മൈനസ് cos x എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2x ആണ്. അപ്പോൾ 2x ബൈ 2 പറഞ്ഞാൽ x ബൈ 1 മൈനസ് cos x എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. അപ്പോൾ 2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് 1 മൈനസ് cos x എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ഈ എക്സിന് മാത്രമേ ബൈ 2 ഉള്ളൂ. അപ്പോൾ 1 മൈനസ് cos 2x എങ്ങനെ കിട്ടുക? എക്സിന് സ്ഥാനത്ത് 2x കൊടുക്കുക. 2 സൈൻ സ്ക്വയർ 2x ബൈ 2 പറഞ്ഞാൽ 2 ക്യാൻസൽ ചെയ്ത് എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 നോക്ക്. അപ്പോൾ 2 ക്യാൻസൽ ചെയ്തു. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എക്സിന്റെ ഹോൾ സ്ക്വയർ അല്ലേ. നമുക്ക് സൈൻ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ബൈ 2 ആംഗിൾ ആണ്, ബൈ എക്സ് ബൈ 2 എന്നാണ് വരുന്നത്. അപ്പോൾ ന്യൂമറേറ്ററിലും എക്സ് ബൈ 2 ഫോമുല ആണോ? സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 ആണ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. ട്രിഗണോമെട്രി എടുത്തപ്പോൾ പറഞ്ഞാണ് നമ്മളതൊക്കെ. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് എന്തായിരിക്കും? ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? സൈൻ സ്ക്വയർ എക്സ് എന്ത് വരും? സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം എല്ലാത്തിനെയും സ്ക്വയർ ചെയ്യാം. അപ്പോൾ 4 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതാം. സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ ഈ സൈൻ സ്ക്വയർ എക്സ് നമ്മൾ എങ്ങനെ എഴുതും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ സ്ക്വയർ എക്സ് എന്നാൽ സൈൻ എക്സ് എന്നാൽ 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 ആണ്. സൈൻ സ്ക്വയർ എക്സ് കാണുമ്പോൾ ഓരോന്നിനെയും സ്ക്വയർ ചെയ്യണം. 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ 4 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 4 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ബൈ 2.
ഇവിടെ sin square x by 2 sin square x by 2 ക്യാൻസൽ ചെയ്തു. ബാക്കി ലിമിറ്റ് കൊടുത്താൽ മതി. ഇവിടെ ഒരു 4 ഉണ്ട്, കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. ഇൻറ്റു കോസ് എക്സിന് 0 കൊടുക്കുമ്പോൾ കോസ് 0 by 2, കോസ് 0 എന്താണ് 1 ആണ്. കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താ 0 by 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. എക്സിന് 0 എന്ന് കൊടുക്കുക, 0 by 2 0. ഇപ്പോൾ കോസ് 0 എത്ര 1 ആണ്. അതിൻ്റെ ഏത് പാറും 1 സ്ക്വയർ എന്നാൽ തന്നെയാണ് 1 തന്നെയാണ്. അപ്പോൾ 4 × 1 എന്ന് പറഞ്ഞാൽ 4. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ലിമിറ്റ് x → 0 1 മൈനസ് കോസ് 4x ബൈ എക്സ് സ്ക്വയർ. എന്താ 1 മൈനസ് കോസ് എക്സ് എന്നാൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. അപ്പോൾ ലിമിറ്റ് x → 0 1 മൈനസ് കോസ് എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ 4x ബൈ 2 ആണ്. 4xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2x ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ 1 മൈനസ് കോസ് എക്സ് എന്നാൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്. ഇപ്പോൾ ഇവിടെ 1 മൈനസ് കോസ് 4x ആയതുകൊണ്ട് 2 സൈൻ സ്ക്വയർ എക്സിന് സ്ഥാനത്ത് ഇവിടെ 4x ആണുള്ളത്. 4xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4x ബൈ 2 പറഞ്ഞാൽ 2x. അപ്പോൾ നോക്ക്, സൈൻ സ്ക്വയർ 2x ആണെങ്കിൽ താഴെ എന്ത് വരണം 2xന്റെ സ്ക്വയർ വരണം. ഇവിടെ നോക്കുക, സൈൻ തീറ്റ ബൈ തീറ്റ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ സൈൻ തീറ്റ ബൈ തീറ്റ ഹോൾ ക്യൂബ്, ആ ഫോമിൽ ഇരുന്നാലും 1 തന്നെ ആയിരിക്കും ഇതിന്റെ ലിമിറ്റ്. അപ്പോൾ സൈൻ സ്ക്വയർ 2x ആണെങ്കിൽ താഴെ എന്ത് വരണം 2xന്റെ സ്ക്വയർ വരണം. സൈൻ ക്യൂബ് 2x ആയിരുന്നെങ്കിൽ താഴെ എന്ത് വരണം 2xന്റെ ക്യൂബ് വരണം. സൈൻ റേസ്റ്റ് 4 2x ആയിരുന്നെങ്കിൽ താഴെ 2xന്റെ റേസ്റ്റ് 4 വരണം. അപ്പോൾ സൈൻ സ്ക്വയർ 2x ആണെങ്കിൽ താഴെ 2xന്റെ സ്ക്വയർ വരണം. 2xന്റെ സ്ക്വയർ എത്രയാ 4x സ്ക്വയർ, 2 സ്ക്വയർ x സ്ക്വയർ, അപ്പോൾ 4x സ്ക്വയർ. അപ്പോൾ ഇവിടെ 4x സ്ക്വയർ ആക്കണം. അപ്പോൾ ലിമിറ്റ് x → 0 2 × സൈൻ സ്ക്വയർ 2x സൈൻ സ്ക്വയർ 2x ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ 2x ആയതുകൊണ്ട് താഴെ 2xന്റെ സ്ക്വയർ വരണം. 2xന്റെ സ്ക്വയർ എത്രയാണ് 4x സ്ക്വയർ വരണം. പക്ഷെ ഇവിടെ എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ, നമ്മളൊരു 4 അഡീഷണൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു × 4 ന്യൂമറേറ്ററിലും എഴുതണം. നമ്മൾ എന്തിനാ അങ്ങനെ എഴുതിയത്? ഇതിപ്പോൾ സൈൻ 2x ബൈ 2x ഹോൾ സ്ക്വയർ ആണ്. ഇതിപ്പോൾ ഏത് ഫോമിലാണ് സൈൻ 2x ബൈ 2x ഹോൾ സ്ക്വയർ. അങ്ങനെ ആ ഫോമിലേക്ക് എഴുതാം നമുക്ക് തന്നെ. ലിമിറ്റ് x → 0 ലിമിറ്റ് x → 0 2 × സൈൻ 2x ബൈ 2x ഹോൾ സ്ക്വയർ ഇൻറ്റു 4. ഓക്കെ, അപ്പോൾ ഇത് സൈൻ തീറ്റ ബൈ തീറ്റ എന്നുള്ള ഫോമിലായി. സൈൻ തീറ്റ ബൈ തീറ്റ എത്രയാണ് 1 ആണ്. 1ന്റെ ഏത് പവർ എഴുതിയാലും എന്തിനാണ് ഇത് വരിക 1 തന്നെ വരിക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. സൈൻ സ്ക്വയർ 2x ആണെങ്കിൽ താഴെ എന്ത് വരണം 2xന്റെ സ്ക്വയർ വരുത്തണം. സൈൻ ക്യൂബ് 2x ആണെങ്കിൽ താഴെ എന്ത് വരണം 2xന്റെ ക്യൂബ് വരണം. സൈൻ റേസ് ടു 4 2x ആണെങ്കിൽ താഴെ 2x റേസ് ടു 4 വരുത്തണം. ആ രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിടണം. അപ്പോൾ ഇവിടെ സൈൻ സ്ക്വയർ 2x ആയതുകൊണ്ട് താഴെ 2xന്റെ സ്ക്വയർ വരണം. ഇവിടെ സൈൻ സ്ക്വയർ ആയതുകൊണ്ട് 2xന്റെ സ്ക്വയർ എത്രയാണ് 4x സ്ക്വയർ. അപ്പോൾ ഈ എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഒരു 4 എഴുതി 4x സ്ക്വയർ ആയി. അപ്പോൾ ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ന്യൂമറേറ്ററും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ ഏത് ഫോമിലാണ് സൈൻ 2x ബൈ 2x ഹോൾ സ്ക്വയർ ആണ്. 2xന്റെ സ്ക്വയർ അല്ലേ 4x സ്ക്വയർ. അപ്പോൾ 2 × സൈൻ 2x ബൈ 2x. അപ്പോൾ ഇതിപ്പോൾ സൈൻ x ബൈ x ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ് 1. ലിമിറ്റ് x → 0 സൈൻ x ബൈ x 1 ആണ്. അപ്പോൾ ഇത് ഇവിടെ 2 × ഇതിൻ്റെ വാല്യൂ എത്രയാണ് 1. അപ്പോൾ 1ന്റെ ഏത് പവർ ആണെങ്കിലും 1 സ്ക്വയർ അത് 1 തന്നെയല്ലേ ഇൻറ്റു 4. അപ്പോൾ 2 × 1 × 4 ഇതാണ് 8. അത് 2009 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ഓഗസ്റ്റ് 2009 കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ്. അപ്പോൾ ഇതിനെ നമ്മൾ അങ്ങനെ എഴുതാം. ലിമിറ്റ് x → 0 കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്താ 1 ബൈ സൈൻ ആണ്. മൈനസ് കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കോസ് ബൈ സൈൻ ആണ്. അപ്പോൾ ലിമിറ്റ് x → 0 ന്യൂമറേറ്ററിൽ ഇവിടെ കോമൺ ഡിനോമിനേറ്റർ സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് കോമൺ ആയിട്ട് എഴുതിയാൽ മതി. 1 മൈനസ് കോസ് എക്സ് ആണ് ന്യൂമറേറ്ററിൽ ഉണ്ടാവുക. അപ്പോൾ എന്താ 1 മൈനസ് കോസ് എക്സ് നമ്മൾ കണ്ടു. 1 മൈനസ് കോസ് എക്സ് എന്നാൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്. അപ്പോൾ അത് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ സൈൻ എക്സ് എന്താണ് 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 ആണ്. 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 ഈ ഫോമിലൊക്കെ ബൈ ഹാർട്ട് ചെയ്യണം. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 ആണ്. അപ്പോൾ സൈൻ എക്സിന് പകരം 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. 2 ക്യാൻസൽ ചെയ്തു. സൈൻ സ്ക്വയറിലെ ഒരു സൈൻ എക്സ് ബൈ 2 ഈ സൈൻ എക്സ് ബൈ 2 ക്യാൻസൽ ചെയ്തു. ബാക്കി എക്സിന് 0 ഒന്നും കൊടുത്താൽ മതി. എക്സിന് 0 കൊടുക്കുമ്പോൾ സൈൻ ഓഫ് 0 ബൈ 2 0 ബൈ 2 പറഞ്ഞാൽ 0 സൈൻ 0 എന്താണ് 0 ബൈ ഡിനോമിനേറ്ററിൽ എക്സിന് 0 കൊടുക്കുമ്പോൾ കോസ് ഓഫ് 0 ബൈ 2 കോസ് ഓഫ് 0 ബൈ 2 പറഞ്ഞാൽ 0 ബൈ 2 0 കോസ് 0 എത്രയാണ് 1. ന്യൂമറേറ്റർ 0 ആയാലും കുഴപ്പമില്ല ലിമിറ്റ് കൊടുക്കുമ്പോൾ. ഡിനോമിനേറ്റർ എന്താവരുത് 0 ആവരുത്. അപ്പോൾ 0 ബൈ 1 എന്ന് പറഞ്ഞാൽ എന്താ 0. 0 ഡിവൈഡ് ബൈ നോൺ 0 എന്താണ് 0 ആണ്. സോ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണ് 0 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ലിമിറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ
ഡെറിവേറ്റീവ്സ് ആണ് എടുക്കുക. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷന്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.